ബീഹാറിലെ സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 70 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, ഇത് ഭക്ഷ്യവിഷബാധ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് മധേപുരയിലെ സാഹുഗഡ് ഗ്രാമത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിച്ച ഏതാണ്ട് 70-ലധികം കുട്ടികൾക്കാണ്, വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. അതായത് പാരസ് ആഗ്രോ എന്ന സന്നദ്ധ സംഘടനയായിരുന്നു ഇവിടെ ഉച്ചഭക്ഷണം വിളമ്പിയിരുന്നത്. ഇന്നലെ ഈ ഉച്ചഭക്ഷണം കഴിച്ചതിന് പിന്നാലെ കുട്ടികൾക്ക് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടു. പിന്നീട് പല കുട്ടികൾക്കും ഇത്തരത്തിലുള്ള സമാന ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയുണ്ടായി. തുടർന്ന് സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിനെയും ഒപ്പം ആരോഗ്യ വകുപ്പിനെയും അറിയിക്കുകയും ഉടൻ തന്നെ ഈ വിദ്യാർത്ഥികളെ, ഏതാണ്ട് 70ഓളം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഒരു പെൺകുട്ടിയുടെ നില ഗുരുതരം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു കുട്ടികൾ അപകടനില തരണം ചെയ്തു. അവർക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. അതേസമയത്ത് ഈ സന്നദ്ധ സംഘടനയ്ക്കെതിരെ ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ആഹാരം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട്. ഒപ്പം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഈ സ്കൂളിലേക്ക് എത്തുകയും ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്തു. അവർ പറഞ്ഞത് ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സംഭവം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.